എന്നോ നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ സങ്കല്പത്തിൽ ഓടിയെത്തി. അന്നന്നത്തേതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വരാൻ പോകുന്ന 100 വർഷത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കാതിരുന്ന, അധ്വാനിക്കുന്ന, പ്രയത്നിച്ച് ഫലം തേടിയിരുന്ന ഒരുപറ്റം നല്ല മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അന്നാർക്കും ഇന്ന് നാം നിരന്തരം കേൾക്കുന്ന ഡിപ്രഷനും ടെൻഷനും കൊലയും കൊള്ളയും കൊള്ളിവെപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും എല്ലാം പങ്കിട്ടെടുത്തും വേദനകളും വേവലാതികളും പരസ്പരം പറഞ്ഞും തീർത്തും കഴിഞ്ഞിരുന്ന ഒരു നല്ല കാലം ഓർമ്മയിൽ മാത്രമായി അവശേഷിച്ചു. അന്നാർക്കും ആർത്തിയില്ല. എത്ര ഓടിയാലും നമുക്കുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടൂ എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ടായിരുന്നു. നാളത്തെ കാര്യം നമ്മുടെ കയ്യിലല്ലെന്ന് നന്നായി അറിയാവുന്ന വിവേകവും വീണ്ടും വിചാരവുമുള്ള മനുഷ്യരായിരുന്നു ഏറെയും. ആ കാലഘട്ടത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയോട് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ഇന്നത്തെ സുഖങ്ങളൊന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. ഇന്ന് മൊബൈൽ ഫോണിലാണല്ലോ എല്ലാ സുഖങ്ങളും ലയിച്ചു കിടക്കുന്നത്. നമ്മുടെ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം. മാനത്തു മുട്ടീന്നു തോന്നുന്ന മലകളും പച്ചപ്പുൽമേടുകളും അരുവികൾ പുഴകൾ നദികളും പൂമരത്തിൻ വൻശേഖരങ്ങളും നോക്കത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളും നേരറിയാവുന്ന മനുഷ്യരും കൈകോർത്തു പിടിച്ചൊരാ നല്ല കാലം ഓർമ്മയിൽ സൂക്ഷിക്കുമെൻ ബാല്യകാലം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യകാലം. ഒരുപാട് കുറവുകൾക്കുള്ളിലും ഒരുപാട് നന്മകളുണ്ടായിരുന്ന കാലം. അവിടവിടെ കൂണുകൾ മുളച്ച പോലുള്ള ഓടിട്ട മൺപുരകളും വീടിനകത്തും പുറത്തും നിറയെ മനുഷ്യരും വെച്ചും വിളമ്പിയും മൂട്ടിയും ഉത്സവത്തിമിർപ്പാർന്ന ദിനങ്ങൾ. ഓടിട്ട പുരയുടെ ഉമ്മറക്കോലായിൽ ചാരുകസേരയിൽ മുത്തച്ഛനിരിപ്പുണ്ടായിരുന്നു. ചാരത്തു തന്നെ വെറ്റിലച്ചെല്ലവുമായി മുത്തശ്ശിയമ്മയും കൂട്ടിനുണ്ടായിരുന്നു. പരസ്പരം കുശലം പറഞ്ഞും പൊട്ടിച്ചിരിച്ചും സ്നേഹം പങ്കിടുന്നവർ. മുറ്റത്തു നിറയെ നാടൻ പൂക്കളാൽ പൂമത്ത തീർത്തിരുന്നു. പിച്ചിയും മുല്ലയും ഗന്ധരാജനും ചേമന്തിയും പറ്റിച്ചേർന്നങ്ങു നിൽക്കുന്നു. തൊടിയിലാകട്ടെ നാടൻ മാവും പിലാവും ഫലം തിങ്ങും നാടൻ കൃഷികളും പച്ചിലച്ചാർത്താൽ തീർത്തൊരു പുരയിടം. ചേമ്പും ചേനയും കാച്ചിലും വാഴയും നാനാജാതി പച്ചക്കറികളും പശിയകറ്റാൻ പാകത്തിനെന്ന പോലെ. നാടൻ പട്ടിയും പൂച്ചയും കോഴിയും വീടിനടുത്തൊരു പശുത്തൊഴുത്തും നിറയെ നാടൻ പശുക്കളും കിടാങ്ങളും. അധ്വാനശീലതൻ ഐശ്വര്യ സമൃദ്ധിയും പാടത്തും പറമ്പിലും ഒച്ചയും ബഹളവും. പരസ്പരം കണ്ടാൽ ചിരിക്കുന്നൊരാ മനുഷ്യരും എന്തിനും എപ്പോഴും കൂടെ നിൽക്കുന്നവർ. സന്ധ്യയ്ക്കുമ്മറത്തിണ്ണയിൽ കൂട്ടുകുടുംബത്തിൻ്റെ ഒത്തുചേരലും സൊറ പറഞ്ഞും ചായ കുടിച്ചും പരസ്പരം പരിഭവങ്ങൾ പങ്കിട്ടും പങ്കുവെച്ചും ഒത്തുകൂടുന്നോരസുലഭ ദൃശ്യം. ഇത്രയും സുന്ദരമായൊരന്തരീക്ഷത്തിൽ നിന്നും എന്തിനു വേണ്ടി, എന്തു നേടുവാൻ വേണ്ടി നാം ഇങ്ങനെ മാറിപ്പോയി? ഒറ്റയ്ക്കിരുന്നു ചിതലരിക്കുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇതുമാത്രം ബാക്കി.